നെക്സ്റ്റ് നമുക്ക് റിഡക്ഷൻ ഓഫ് ഓർഡറിലെ വേറൊരു പ്രോബ്ലം എക്സ് സ്ക്വയർ മൈനസ് എക്സ് ഇൻറ്റു വൈ ഡബിൾ ഡാഷ് മൈനസ് എക്സ് വൈ ഡാഷ് പ്ലസ് വൈ ഇസ് ഈക്വൾ 0 ഗിവൺ ദാറ്റ് വൈ വൺ ഇസ് ഈക്വൾ എക്സ് ഇസ് എ സൊല്യൂഷൻ. അപ്പോൾ ഇവിടെയും നേരത്തെ പോലെ വൈ ഡബിൾ ഡാഷ് പ്ലസ് പി വൈ ഡാഷ് പ്ലസ് ക്യൂ വൈ ഇസ് ഈക്വൾ 0 ഫോമാറ്റിലല്ല. സോ ആ രൂപത്തിലാക്കുക. സോ ഡിവൈഡിങ് ത്രൂ ഔട്ട് വിത്ത് എക്സ് സ്ക്വയർ മൈനസ് എക്സ്. സോ വി ഗെറ്റ് പി ആസ് ഇത് നമുക്ക് എക്സ് കൊണ്ട് എക്സ് കോമൺ ആയിട്ട് എടുത്തിട്ട് കട്ട് ചെയ്ത് കളയാം. സോ -1/x-1 ആയിരിക്കും പിയുടെ വാല്യൂ. സോ സെക്കൻഡ് സൊല്യൂഷൻ y2 ഈസ് ഈക്വൾ ടു യു ഇൻറ്റു വൈ വൺ എന്ന് എടുക്കാം. ഇറ്റ് ഇസ് y1 is x, so x into u. And u can be find out by using the formula 1/y1 square e raised to minus integral p dx. Substitute ചെയ്യാം. e raised to integral 1/x-1 is integral എന്താ log of x-1 ആയിരിക്കുമല്ലോ. അപ്പോൾ e raised to log of x-1 e raised to ln of that is x-1. So x-1/x square എന്ന് എഴുതാം. സോ ഡിവൈഡിങ് ടേം ബൈ ടേം ഡിവിഷൻ ചെയ്യുമ്പോൾ 1/x-1/x square കിട്ടും. So 1/x integral log x plus 1/x. So y2 is x into u ആണ്. സോ ഇതിനെ x കൊണ്ട് ഇൻറ്റു ചെയ്താൽ x log x plus 1 എന്ന് കിട്ടും. ദാറ്റ് ഈസ് y2. അപ്പോൾ ഈ റിഡക്ഷൻ ഓഫ് ഓർഡർ യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ രണ്ട് പ്രോബ്ലവും കൂടി നിങ്ങൾക്ക് ചെയ്ത് നോക്കുക. ആൻസർ ഇതാണ്. ഇനി നെക്സ്റ്റ് സൊല്യൂഷൻ ഓഫ് ഹോമോജീനിയസ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ വിത്ത് കോൺസ്റ്റൻറ്റ് കോഎഫിഷ്യൻ്റ് ആണ്. ഇത് ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ്. ഇതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ബാക്കിയെല്ലാം ചെയ്യാൻ പോകുന്നത്. സോ കൺസിഡർ എ സെക്കൻഡ് ഓർഡർ ഹോമോജീനിയസ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ വിത്ത് കോൺസ്റ്റൻറ്റ് കോഎഫിഷ്യൻ്റ്. ആദ്യം സെക്കൻഡ് ഓർഡർ പഠിച്ചിട്ട് പിന്നെ നമ്മൾ ഹയർ ഓർഡർ പഠിക്കുകയുള്ളൂ. അപ്പോൾ ആദ്യം ഒരു സെക്കൻഡ് ഓർഡർ കൺസിഡർ ചെയ്താൽ വൈ ഡബിൾ ഡാഷ് പ്ലസ് എ വൈ ഡാഷ് പ്ലസ് ബി വൈ ഇസ് ഈക്വൽ ടു 0 വിത്ത് കോൺസ്റ്റൻറ്റ് കോഎഫിഷ്യൻ്റ്. സോ എയും ബിയും കോൺസ്റ്റൻസ് ആയിരിക്കും. അപ്പോൾ ഇതേ ഇക്വേഷനെ തന്നെ നമുക്ക് d square y by dx square പ്ലസ് എ ഡി വൈ ബൈ ഡി എക്സ് പ്ലസ് ബി വൈ ഇസ് ഈക്വൽ ടു 0 എന്ന് എഴുതാം. ബിക്കോസ് വൈ ഡാഷ് ഇസ് ഡി വൈ ബൈ ഡി എക്സ്, വൈ ഡബിൾ ഡാഷ് ഇസ് ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ. ഇനി ഡി ബൈ ഡി എക്സിന് ക്യാപിറ്റൽ ഡി എന്നും ഡി സ്ക്വയർ ബൈ ഡി എക്സ് സ്ക്വയറിന് ക്യാപിറ്റൽ ഡി സ്ക്വയർ നമുക്ക് നൊട്ടേഷൻസ് യൂസ് ചെയ്യാം. സോ നമുക്ക് ഗിവൺ ഇക്വേഷൻ ഇങ്ങനെ മാറ്റാം. ഡി സ്ക്വയർ വൈ പ്ലസ് ഡി വൈ എ ഡി വൈ പ്ലസ് ബി വൈ ഇസ് ഈക്വൽ ടു 0 എന്ന് എഴുതാം. ഇത് നമുക്ക് വൈ കോമൺ ആയിട്ട് എടുത്താൽ അതായത് ഈ ഒരു രീതിയിൽ അറേഞ്ച് ചെയ്യാം. ഡി സ്ക്വയർ പ്ലസ് എ ഡി പ്ലസ് ബി ഇൻറ്റു വൈ ഇസ് ഈക്വൽ ടു 0. ഡി ഈസ് എൻ ഓപ്പറേറ്റർ, ക്യാപിറ്റൽ ഡി ഈസ് എൻ ഓപ്പറേറ്റർ. സോ ഈ രീതിയിൽ എഴുതാൻ പാടുള്ളൂ. ഇനി നെക്സ്റ്റ് ടു സോൾവ് ദിസ് ഇക്വേഷൻ വി നീഡ് ആൻ ഓക്സിലറി ഇക്വേഷൻ. വാട്ട് ഈസ് മെൻ ബൈ ഓക്സിലറി ഇക്വേഷൻ? ഓക്സിലറി ഇക്വേഷൻ ഈസ് ഒബ്റ്റെയിൻഡ് ബൈ പുട്ടിംഗ് ഡി ഈസ് ഈക്വൽ ടു എം. അപ്പോൾ ഇതിൽ ഡീന് പറയാൻ എം കൊടുത്താൽ നമുക്ക് എം സ്ക്വയർ പ്ലസ് എ എം പ്ലസ് ബി ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. ദിസ് ഇക്വേഷൻ ഈസ് കോൾഡ് ഓക്സിലറി ഇക്വേഷൻ. ഇനി ഈ ഇക്വേഷൻ നമുക്ക് സോൾവ് ചെയ്താൽ നമുക്ക് എമ്മിൻ്റെ രണ്ട് വാല്യൂസ് കിട്ടും. സേ m1 ആൻഡ് m2. ദിസ് ഇസ് എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. സോ വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് എം? എം ഇസ് മൈനസ് എ പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് 4b ഹോൾ ഡിവൈഡ് ബൈ 2. ഇനി ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ എപ്പോഴും നമുക്ക് ആ സ്ക്വയർ റൂട്ടിൽ ഡിസ്ക്രിമിനൻ്റ് ഈ വാല്യൂ ഉള്ളത് കാരണം 3 കേസ് നമുക്ക് വരും. റൂട്ട്സ് നമുക്ക് റിയൽ ആവാം, 2 റിയൽ റൂട്ട്സ് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് വരുന്ന 2 റിയൽ റൂട്ട്സ് ആവാം, അല്ലെങ്കിൽ 2 ഈക്വലായിട്ട് വരുന്ന റിയൽ റൂട്ട്സ് ആവാം, അല്ലെങ്കിൽ 2 കോംപ്ലക്സ് റൂട്ട്സ് ആവാം. ഈ 3 കേസ് വരുന്നത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. സോ ഫസ്റ്റ് കേസ് ഇഫ് m1 ആൻഡ് m2 ആർ റിയൽ ആൻഡ് ഡിസ്റ്റിങ്ക്റ്റ്, അന്നേരം നമുക്ക് ജനറൽ സൊല്യൂഷൻ y is c1 e raised to m1x plus c2 e raised to m2x എന്ന് എഴുതാം. ആൻഡ് ഇഫ് ദ ടു സൊല്യൂഷൻസ് ആർ ഈക്വൽ, m1 ആൻഡ് m2 ആർ സെയിം, 2 ഈക്വൽ ആയിട്ടുള്ള റിയൽ റൂട്ട് ആണെങ്കിൽ ദ ജനറൽ സൊല്യൂഷൻ ഇസ് y is ഈക്വൽ ടു c1 പ്ലസ് c2x ഇൻറ്റു e raised to mx എന്ന് എഴുതാം. സോ ഇവിടെ നമുക്കൊരു പോളിനോമിയൽ c1 പ്ലസ് c2x യൂസ് ചെയ്യുക, e raised to mx കൂടെ എഴുതുക. അപ്പോൾ ഓൾവേസ് നമുക്കൊരു എക്സ്പോണൻഷ്യൽ ടേം ഉണ്ടാവും റിയൽ ആണെങ്കിൽ, പിന്നെ ആർബിട്രറി കോൺസ്റ്റൻറ്റ് c1 c2 എക്സെട്ര ഉണ്ടാവും. ബിക്കോസ് ഇറ്റ് ഈസ് നമ്മളിവിടെ ചെയ്യുന്നത് സെക്കൻഡ് ഓർഡർ ആയതുകൊണ്ട് 2 ആർബിട്രറി കോൺസ്റ്റൻസേ ഉണ്ടാവുള്ളൂ, c1 ഉം c2. സോ ദ തേർഡ് കേസ് ഈസ് ഇൻ ദ കേസ് ഓഫ് റിയൽ കോംപ്ലക്സ് റൂട്ട്സ്. കോംപ്ലക്സ് നമ്പേഴ്സാണ് റൂട്ടെങ്കിൽ നമുക്ക് ആൽഫ പ്ലസ് ഓ മൈനസ് ഐ ബീറ്റ റൂട്ടായിട്ട് എടുക്കാം. ആൽഫ പ്ലസ് ഐ ബീറ്റയും ആൽഫ മൈനസ് ഐ ബീറ്റയും. എപ്പോഴും കോംപ്ലക്സ് റൂട്ട്സ് വരുന്നത് കോൺജുഗേറ്റ് പെയർ ആയിട്ടായിരിക്കും. ദാറ്റ് മീൻസ് ആൽഫ പ്ലസ് ഐ ബീറ്റ റൂട്ടാണെങ്കിൽ ആൽഫ മൈനസ് ഐ ബീറ്റയും ഓൾറെഡി ഓട്ടോമാറ്റിക്കായിട്ട് റൂട്ടായിട്ട് വരും. സോ ആൽഫ പ്ലസ് ഓ മൈനസ് ഐ ബീറ്റയാണ് നമ്മുടെ കോംപ്ലക്സ് റൂട്ട്, വെയർ ആൽഫ ഇസ് ദ റിയൽ പാർട്ട് ആൻഡ് ബീറ്റ ഇസ് ദ ഇമാജിനറി പാർട്ട്. ഇൻ ദിസ് കേസ് the general solution y is
ഇ റേസ് ടു ആൽഫ എക്സ് ഇൻറ്റു C1 കോസ് ബീറ്റ എക്സ് പ്ലസ് C2 സൈൻ ബീറ്റ എക്സ്. അപ്പോൾ ആൽഫ റിയൽ പാർട്ട് ഇ റേസ് ടു ആൽഫ എക്സ് നമ്മൾ കോമൺ ആയിട്ട് എഴുതി. ദെൻ പിന്നെ വരുന്ന ഈ ബീറ്റ ഇമാജിനറി പാർട്ട്, അവിടെ നമുക്ക് 2 കോൺസ്റ്റൻസ് യൂസ് ചെയ്യാം. C1 കോസ് ബീറ്റ എക്സ് പ്ലസ് C2 സൈൻ ബീറ്റ എക്സ് ആയിട്ട് എഴുതാം. അപ്പോൾ ഈ 3 ഫോർമുലാസ് യൂസ് ചെയ്തിട്ടാണ് ബാക്കി നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ 3 ഫോർമുലാസും എല്ലാവരും പഠിച്ചിരിക്കണം.